കോഴിക്കോട് നഗരം ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ്. രാവിലെ 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴ ചെറിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വീടുകളിൽ പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിപണന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സജീവമാണ്. മിഠായി തെരുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മിഠായി തെരുവിൽ വസ്ത്ര വിപണിയും അതേപോലെ തന്നെ ഫാൻസി വിപണിയും അതേപോലെ ചെരുപ്പ് വിപണിയുമെല്ലാം ഇപ്പോൾ സജീവമാണ്. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കച്ചവടം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഈ കച്ചവടക്കാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് എങ്ങനെയാണ് നമ്മുടെ കച്ചവടം? മഴ ആയത് കാരണം ആൾ കുറച്ച് നേരം വൈകിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എന്തായാലും കച്ചവടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്നത്തെ ഇപ്പോഴത്തെ ഓണത്തിൻ്റെ ഒരു വസ്ത്ര വിപണിയിലെ ഒരു ട്രെൻഡ് എന്താണ്? മെയിനായിട്ട് ചുരിദാർ ഇതൊക്കെ തന്നെയാണ് പോകുന്നത്. സാധാരണ കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ല, മോശമല്ല. പെരുന്നാളെക്കാളും കുറച്ച് ഓണത്തിന് തന്നെയാണ് മെച്ചം. ശരി, ഇവിടെ നടക്കുന്നത് വസ്ത്രത്തിൻ്റെ വലിയ ഒരു വിപണിയാണെങ്കിൽ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിലും ഇപ്പോൾ രാവിലത്തേക്കാൾ വ്യത്യസ്തമായി നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വഴിയോര കച്ചവടവും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. മാനാഞ്ചിറയിലും മുതലക്കുളത്തുമൊക്കെ നല്ല രൂപത്തിലുള്ള വഴിയോര വിപണിയും സജീവമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഗതാഗതത്തിൻ്റെ തിരക്കാണ് ഇപ്പോൾ കോഴിക്കോട് നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നം. പോലീസ് വലിയ രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വാഹനത്തിൻ്റെ പാർക്കിംഗ് അടക്കമുള്ള വലിയ പ്രശ്നം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കാറിൽ കൂടുതലായി ഷോപ്പിങ്ങിന് എത്തുന്നത് തടയണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലും ബസ്സിലുമെത്തി കച്ചവടത്തിന് വരണം, ഷോപ്പിങ്ങിന് വരണം എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിട്ടുള്ളത്.